ചുരുളഴിക്കാൻ പോലീസ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. മാലൂർക്കുന്ന് AR ക്യാമ്പിൽ ഷാറൂഖ് സേഫിയെ എത്തിച്ചു. പ്രത്യേക അന്വേഷണ സംഘം AR ക്യാമ്പിൽ എത്തി. അശ്വിൻ വല്ലത്തും ഡാൻ കുര്യനുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ AR ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയായിരിക്കും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. ഇനി നാളെയോടുകൂടി തെളിവെടുപ്പിനായി എത്തിക്കുകയും ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും നാളെയോടുകൂടി ചോദ്യം ചെയ്യൽ, ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങും. കഴിഞ്ഞ ദിവസം ആകെ 3 മണിക്കൂർ സമയം മാത്രമാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ അവസരം ലഭിച്ചത്. മറ്റു ചോദ്യം ചെയ്യൽ, അതേപോലെ തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അതിവേഗം നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നിപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ടുണ്ടായത് ഒട്ടും സാധാരണമല്ലാത്ത, അസാധാരണം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കാരണം ഇന്ന് അവധി ദിവസമാണ്. അവധി ദിവസങ്ങളിൽ പൊതുവെ കസ്റ്റഡി അപേക്ഷ നൽകുന്നത് പതിവുള്ള കാര്യമല്ല. ഇന്ന് രാവിലെ അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഇയാളെ ഷാരൂഖ് സൈഫിയെ കണ്ട് അവിടെ നിന്ന് തന്നെ ഇയാളുടെ ജുഡീഷ്യൽ കസ്റ്റഡി, അതായത് ഇയാളെ 14 ദിവസത്തെ റിമാൻഡിൽ വിടുന്ന ഉത്തരവിൽ ഒപ്പിട്ടിരുന്നു. അത്തരത്തിൽ ഇയാളെ 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടിരുന്നതുമാണ്. പക്ഷേ എന്നാൽ പിന്നീട് ഈ കാര്യത്തിൽ ഇയാളെ റിമാൻഡിൽ വിട്ടതിന് ശേഷം പിന്നീട് അന്വേഷണ സംഘം അതിവേഗം നടപടികൾ നീക്കി, ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ നീക്കി. അങ്ങനെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലെത്തി മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഇയാളെ ഹാജരാക്കി. അവിടുന്ന് തന്നെ കസ്റ്റഡി വാങ്ങിക്കുന്ന സാഹചര്യമുണ്ടായി. ആകെ 14 ദിവസമാണ് നേരത്തെ റിമാൻഡിൽ ഇയാളെ വിട്ടിരുന്നത്. പക്ഷേ 11 ദിവസത്തെ പോലീസ് കസ്റ്റഡി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഇന്ന് സാധാരണഗതിയിൽ ഓപ്പൺ കോർട്ടിൽ മാത്രം സമർപ്പിക്കുന്ന ഒരു കസ്റ്റഡി അപേക്ഷ ഇന്ന് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വെച്ച് സമർപ്പിക്കുകയും അങ്ങനെ കസ്റ്റഡി വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അസാധാരണത്വം മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇത് എത്രയും പെട്ടെന്ന് ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാക്കണം എന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നുണ്ട്. അതിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ആകെ 3 മണിക്കൂർ സമയം മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇയാളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത്. മഹാരാഷ്ട്ര ATS ഇയാളെ ചോദ്യം ചെയ്ത സമയത്ത് ലഭിച്ചിരുന്ന മൊഴികളിൽ പലതും ഇയാൾ മാറ്റം വരുത്തിയിരുന്നു. പക്ഷേ പിന്നീട് കേരള പോലീസ്, അതായത് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളിലും വൈരുദ്ധ്യത്തോടുകൂടിയുള്ള അങ്ങനെയുള്ള മൊഴികൾ നൽകുകയും ചെയ്തു. ഈ കാര്യത്തിലൊക്കെ ഇനിയൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് അന്വേഷണ സംഘത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ 11 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകുകയും 11 ദിവസത്തെ കസ്റ്റഡി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 11 ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണമെങ്കിൽ അന്വേഷണ സംഘത്തിന് അതിവേഗം നടപടിക്രമങ്ങൾ നീക്കേണ്ടതുണ്ട്. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ അടക്കം കൊണ്ടുപോയി ഇയാളെ തെളിവെടുക്കേണ്ടതുണ്ട്. അതിനു മുൻപ് തന്നെ ഈ മറ്റു ചോദ്യം ചെയ്യൽ, ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ ഇന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ തന്നെ തെളിവെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. കണ്ണൂരിൽ ഈ D1 കോച്ചിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല എലത്തൂരിൽ ഇയാളെ കൊണ്ടുപോകും. അതേപോലെ പെട്രോൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകും. ഇങ്ങനെ നിരവധി സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ ഇന്ന് കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത് അസാധാരണമായ നടപടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ആദ്യം തിങ്കളാഴ്ചയായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ള നിലക്കുള്ള സൂചനകൾ വന്നിരുന്നു. ഇയാളെ റിമാൻഡിൽ വിടുകയാണ്, ജില്ലാ ജയിലിലേക്ക് എത്തിക്കും. ജില്ലാ ജയിലിൽ അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 14 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് മജിസ്ട്രേറ്റ്, 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇയാളെ 11 ദിവസത്തെ കസ്റ്റഡിയിൽ എടുത്തു. കോടതി അവധിയായിട്ട് ഡാൻ കുര്യൻ കൂടി ചേരുകയാണ്. ഡാന, അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമായ സംഭവ വികാസങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഈ ഷാറൂഖ് സേഫിയെ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പെട്ടെന്നായിരുന്നു ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളൊരു നീക്കത്തിലേക്കൊക്കെ കടക്കുന്നതും. ഈ മെഡിക്കൽ കോളേജിലായിരുന്നു ഷാറൂഖ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വളരെ നാടകീയമായി തന്നെ വളരെ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി, സായുധ സേനയുടെ അകമ്പടിയോടുകൂടിയിട്ടാണ് ഇവിടെ കോടതിയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഇപ്പോൾ AR ക്യാമ്പിലേക്ക് മാറ്റിയത് അടക്കം. അപ്പോൾ ആ ഒരു നടപടിക്രമങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
ആര്യ, ഉച്ചയോടെയാണ് ഏതാണ്ട് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ അടക്കം ഉള്ള സംഘം, അതായത് ഇയാൾക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാം എന്ന കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ആ പശ്ചാത്തലത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി മെഡിക്കൽ ബോർഡുമായി ഈ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. അതേ തുടർന്നാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം എത്തിയതും. അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥർ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് ദ്രുതഗതിയിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് കസ്റ്റഡി അപേക്ഷ നൽകാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല, ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക, കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള കൃത്യമായൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ആ പശ്ചാത്തലത്തിൽ തന്നെ ഉടൻ തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന ഒരു നടപടി ഉണ്ടാകുകയായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് എയർ ക്യാമ്പിന് മുമ്പിലാണ്. ഇവിടേക്ക് ADGP MR അജിത് കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം എത്തിയിട്ടുണ്ട്. ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടായിരിക്കും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുക. നമുക്കറിയാം നേരത്തെ തന്നെ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശേഖരിച്ച ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിക്കൊണ്ടായിരിക്കും കൃത്യമായി പഴുതടച്ച തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുക എന്ന സൂചനയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ലഭിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളുമായി കൃത്യമായ അകലം പാലിക്കാനാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് അടക്കം കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അത്തരത്തിൽ വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രതിനിധികൾ അടക്കം കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. UAPA ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഉടൻ തന്നെ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി വരും. അതുകൊണ്ട് തന്നെ സമാന്തരമായ രീതിയിലുള്ള അന്വേഷണത്തിന് NIAയും ATSഉം ഒക്കെ നേതൃത്വം നൽകുന്നുണ്ട്. അവരിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്നാണ് കരുതുന്നത്. ആര്യ, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫിയെ 11 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി വിട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ AR ക്യാമ്പിൽ ആരംഭിക്കും. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലീസിനുള്ളിലും വിമർശനം കടക്കുന്നു. മതിയായ വാഹന സൗകര്യവും സുരക്ഷയും ഒരുക്കാത്തതാണ് ചർച്ചയാകുന്നത്. ഇനിയെങ്കിലും പോലീസിന്റെ വാഹന സൗകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യം. നിലവിൽ ഇന്ധന പ്രതിസന്ധിയും കേരള പോലീസ് നേരിടുന്നുണ്ട്. ഇന്നലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സജീവ ചർച്ച ഷാരൂഖ് സൈഫിയുമായുള്ള യാത്രയാണ്. പോലീസിനുള്ളിലെ പരാധീനത ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥരുടെ വിമർശനം. സ്വന്തമായി നല്ല വാഹനമില്ലാത്തതുകൊണ്ടാണ് ഷാരൂഖ് സൈഫിയെ കൊണ്ടുവരാൻ രത്നഗിരിയിലേക്ക് സ്വകാര്യ കാർ വിടേണ്ടി വന്നത്. യാത്രയിൽ മതിയായ സുരക്ഷയൊരുക്കാത്തതും വിമർശനത്തിനിടയാക്കുന്നു. രാജ്യം ശ്രദ്ധിച്ച ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിയെ 10 മണിക്കൂറിലധികം യാത്ര ചെയ്ത് റോഡ് മാർഗം കൊണ്ടുവരുമ്പോൾ സായുധ പോലീസിന്റെ അകമ്പടി കൂടി വേണമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. യാത്രക്കിടയിൽ 2 തവണ വാഹനം കേടായി. 3 വാഹനങ്ങൾ മാറിയാണ് പ്രതിയെ കോഴിക്കോടെത്തിച്ചത്. പൊതുസ്ഥലത്ത് പ്രതി തിരിച്ചറിയപ്പെട്ടാൽ കയ്യേറ്റ ശ്രമങ്ങളുണ്ടാകുമായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെയാണ് പ്രതിയെ കൊണ്ടുവന്നതെന്നാണ് ചർച്ച. എല്ലാ വിമർശനങ്ങളും നീളുന്നത് ഉന്നത IPS ഉദ്യോഗസ്ഥരിലേക്കാണ്. ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാർ നിരന്തരം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണമെന്നാണ് പോലീസിനുള്ളിലെ വികാരം. ന്യൂസ് 18 തിരുവനന്തപുരം. എലത്തൂർ ട്രെയിൻ ആക്രമണത്തിനിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടറാണ് ധനസഹായം കൈമാറിയത്. മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്ത്, നൌഫീഖ് എന്നിവരുടെ വീടുകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. എലത്തൂർ ട്രെയിൻ തീവയ്പിനിടെ മരിച്ചവർക്ക് റെയിൽവേ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് CPM. ഇക്കാര്യം ആവശ്യപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. യാത്രക്കാർക്ക് സുരക്ഷ നൽകുന്നതിൽ റെയിൽവേ പരാജയമെന്നും MV ജയരാജൻ വിമർശിച്ചു. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ BJP പ്രവേശം കോൺഗ്രസിനെതിരെ ആയുധമാക്കി BJPയും CPMഉം. ആന്റണിയുടെ അറിവോടെയാണ് അനിൽ BJPയിലേക്ക് പോയതെന്നാണ് CPM ആരോപണം. കൂടുതൽ നേതാക്കൾ പാർട്ടിയിലേക്ക് വരുമെന്നും BJP നേതൃത്വം അവകാശപ്പെടുന്നു. അതേസമയം അനിൽ ആന്റണി പാർട്ടി വിട്ടതിന് വലിയ പ്രാധാന്യം നൽകേണ്ടെന്നാണ് കോൺഗ്രസിലെ ധാരണ. ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കുന്നതല്ല അനിൽ ആന്റണിയുടെ ചുവടുമാറ്റമെന്ന് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെതിരെ ഇത് സംസ്ഥാനത്ത് രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. ആന്റണിയുടെ അറിവില്ലാതെ അനിൽ BJPയിലേക്ക് പോകില്ല എന്നായിരുന്നു CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രതികരണം.
ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് അനിൽ ആന്റണിക്ക് മധുരം നൽകിയത് അദ്ദേഹത്തെ പെട്ടെന്ന് അവിടെ അയക്കാനും BJPയിൽ അദ്ദേഹം എത്തിയതിന് ശേഷം ഈ പോകാനിരിക്കുന്ന KPCC പ്രസിഡന്റിന് നല്ല സ്ഥാനം ഉറപ്പാക്കാനുമാണ്. ക്രൈസ്തവ സമുദായത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ എല്ലാ വഴികളും തേടുന്ന BJP അനിലിന്റെ വരവിനെയും അവസരമായി കാണുന്നു. പാർട്ടിയിൽ പ്രധാന പദവി നൽകുന്നതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനും BJP തയ്യാറാകും. വയനാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ അവിടെ അനിലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. ക്രൈസ്തവ സ്വാധീന മേഖലകളായ മറ്റു മണ്ഡലങ്ങളിലേക്കും അനിലിനെ പരിഗണിച്ചേക്കാം. അനിൽ ഒരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് വരുമെന്ന അവകാശവാദവുമുണ്ട്. അദ്ദേഹത്തിന്റെ BJPയിലേക്കുള്ള പ്രവേശനം കേരളത്തിൽ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കളമൊരുങ്ങും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അനിൽ പാർട്ടി വിട്ടതിന് അമിത പ്രാധാന്യം നൽകേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ പൊതുധാരണ. അനിൽ പാർട്ടിയുടെ പ്രധാന ഭാരവാഹി ആയിരുന്നില്ല. AK ആന്റണിയുടെ മകൻ എന്നത് മാത്രമാണ് അനിലിന്റെ പ്രസക്തിയെന്നും നേതൃത്വം വിശദീകരിക്കുന്നു. AK ആന്റണിക്കൊപ്പം ഉറച്ചു നിൽക്കാനും അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങളെ നേരിടാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. BJP അനിൽ ആന്റണിയെ കറിവേപ്പില പോലെ എടുത്തു കളയുമെന്ന അനുജൻ അജിത് ആന്റണി. BJPയും അനിലും തമ്മിലുള്ള ധാരണ എന്താണെന്ന് അറിയില്ല, അത് കാലം തെളിയിക്കും. അനിൽ തെറ്റ് തിരുത്തി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അജിത് ആന്റണി ന്യൂസ് 18നോട് പറഞ്ഞു. അനിൽ കെ ആന്റണിയുടെ BJP പ്രവേശനം അത് വലിയ തോതിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോൾ അജിത് കെ ആന്റണി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അജിത്, എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ പ്രവേശനം കാണുന്നത്? പുള്ളിയും BJPയും തമ്മിൽ എന്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് പോയിരിക്കുന്നത് വരും തോതുകൾ മനസ്സിലാവാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, BJP പാർട്ടി ഒരു താൽക്കാലികമായിട്ടാണ് പുള്ളിക്കാരനെ എടുത്തിരിക്കുന്നത്. കരിയപ്പല പോലെ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയും. AK ആന്റണിയെ സംബന്ധിച്ചിടത്തോളം 1994 അദ്ദേഹം തോൽക്കുന്നത്. അതൊരു KPCCയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം ഇപ്പോഴാണ് തോൽക്കുന്നത് എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. അത് ശരിയാണ്? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇന്നേ വരെ പപ്പ ഒരു വളരെ ദുഃഖിതനായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ഇന്നേ വരെ പപ്പേനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ ആ ഫ്ലാഷ് ന്യൂസ് വന്നതോടെ പപ്പ ഒരു വർഷത്തായിട്ട് വളരെ ദുർബലനായിട്ടിരിക്കുന്ന ആ ഒരു സീനാണ് ഞാൻ കണ്ടത്. ഇന്നേ വരെ ഒരു മകനെന്ന നിലയിൽ ആ സീൻ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി. അതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊരു തോൽവി ആയേക്കാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സീറ്റുകളടക്കം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനിൽ കെ ആന്റണിയെ ഉയർത്തിക്കാട്ടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു BJPയുടെ തന്ത്രം വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അൽഫോൺസ് കണ്ണന്താനത്തിന് ഇതുപോലെ അവർ ഉന്നയിച്ചു കൊണ്ടുവന്നു. അത് പുള്ളിക്കാരൻ അത് അവിടെ ഫ്ലോപ്പായി പോയി. അതേ രീതിയിൽ തന്നെ ഇവിടെയും അവരവിടെ ഫ്ലോപ്പായിരിക്കും. ഇനി ഈ അജിത്തിന്റെ ഒരു തീരുമാനം അത് കുടുംബത്തിൽ വലിയ തോതിൽ അനിലിന്റെ തീരുമാനം കുടുംബത്തിൽ വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ വളരെ ദുഃഖിതനാണ്. എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ടുണ്ടോ നേരിട്ട്? ആ ഒരു സംഭവത്തിന് ശേഷം ഇന്നലെ BJPയിൽ ജോയിൻ ചെയ്തതിനു ശേഷം സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് നേരിട്ട്? ഇല്ല, ചേട്ടൻ വിളിച്ചിട്ടില്ലായിരുന്നു. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ചേട്ടൻ വിളിച്ചിട്ടില്ലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം കേരളത്തിൽ എത്തും. 25-ന് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തും. യുവാക്കളെയും IT പ്രൊഫഷണൽസിനെയും നേരിൽ കണ്ട് സംവദിക്കാൻ സംഘടിപ്പിക്കുന്ന യുവം പരിപാടിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 1 ലക്ഷം പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. കേരളത്തിൽ BJP നിരയിലെ പുതുമുഖമായി അനിൽ ആന്റണിയെ അവതരിപ്പിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളുമായി ചർച്ചയുണ്ടാകും. തിരുവനന്തപുരം ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനാണ് BJP ആലോചന. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി BJPയിൽ ചേർന്നു. BJP ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ മാർച്ച് 12-നാണ് കിരൺ കുമാർ റെഡ്ഡി കോൺഗ്രസ് വിട്ടത്. BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കിരൺ കുമാർ റെഡ്ഡി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. അവർ മാത്രമാണ് ശരിയെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവർ എല്ലാം തെറ്റുകാരാണെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നതായി കിരൺ കുമാർ റെഡ്ഡി പറഞ്ഞു. State after state, due to bad decisions and wrong decisions of the Congress High Command,
the party is getting damaged totally in all the states. They don't interact with the people. They don't take the opinions of the leaders. It is not a story in one state. It is a story throughout the country. There is an old saying which says, "My king is very intelligent. He doesn't think on his own. He doesn't listen to anyone's advice." തിരികെ വാർത്തകളിലേക്ക്. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരനായ KT റമീസിനെ ED അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് വിശദമായി പരിശോധിക്കാൻ റമീസിനെ ED കസ്റ്റഡിയിൽ വാങ്ങും. ED രജിസ്റ്റർ ചെയ്ത കേസിൽ 5ാം പ്രതിയാണ് റമീസ്. നേരത്തെ കസ്റ്റംസും NIAയും റമീസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടാണ് ED പരിശോധിക്കുന്നത്. നയതന്ത്ര ബാഗിൽ നിന്ന് പിടികൂടിയ 30 കിലോ സ്വർണത്തിന് പുറമെ മുൻപ് 12 തവണ സമാനമായ രീതിയിൽ റമീസിന്റെ ആസൂത്രണത്തിൽ കള്ളക്കടത്ത് നടത്തിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതിലെ ഹവാല കള്ളക്കടത്ത് ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. ഇടപാടിൽ റമീസിന്റെ പങ്കാളിത്തം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ ഇപ്പോഴത്തെ നടപടി. സ്വർണ്ണക്കച്ചവടക്കാർ അടക്കമുള്ള വലിയ റാക്കറ്റ് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സംശയമുണ്ട്. ഇക്കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ റമീസിനെ ED കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. സ്വർണ്ണക്കടത്ത് കേസിൽ തുടർന്നും അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിൽ വിജേഷ് പിള്ളയെ കണ്ണൂരിൽ ചോദ്യം ചെയ്തു. സ്വപ്ന ഗൂഢാലോചന നടത്തിയെന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തത്. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സന്തോഷ് നൽകിയ പരാതിയിലായിരുന്നു ചോദ്യം ചെയ്യൽ. MV ഗോവിന്ദൻ നിയോഗിച്ചത് പ്രകാരം വിജേഷ് പിള്ള തനിക്ക് 30 കോടി വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. പരാതിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി ചോദ്യം ചെയ്യും. യേശുദേവന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകം ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. സംസ്ഥാനത്ത് വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ ക്രിസ്തുവിന്റെ കുരിശുമരണവും മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം ഗാഗുൽത്താ മലയുടെ മുകളിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് നടത്തിയ യാത്രയുമാണ് വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. തിരുവനന്തപുരം പാളയം പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. പട്ടം സെന്റ് ജോസഫ് പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ ഭാഗമായി. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ, അപരാധിയായി വീതിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ. കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ദുഃഖവെള്ളി ആചരണ ചടങ്ങുകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താമരശ്ശേരി രൂപത ആസ്ഥാന ദേവാലയമായ മേരി മാതാ കത്തീഡ്രലിൽ വികാരി ഫാദർ മാത്യു പൊളിമൂട്ടലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ഡൽഹി ഹോസ്ഖാസ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷയ്ക്ക് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ വാരം മുതൽ മലയാറ്റൂർ കുരിശുമുടിയിലേക്കും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ്. മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാസ് ശ്ലീഹ, പരിശുദ്ധ തോമാസ് ശ്ലീഹ, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമുത്തപ്പോ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോടതി വിധികൾക്കെതിരെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ വിമർശനം. പീലാത്തോസിനെ പോലെ പ്രീതി നേടാൻ ചില ന്യായാധിപന്മാർ ശ്രമിക്കുന്നു. ചില കോടതികൾ അന്യായ വിധികൾ പുറപ്പെടുവിക്കുന്നു. മാധ്യമപ്രീതിക്കോ ജനപ്രീതിക്കോ ആകാം അന്യായ വിധികൾ. ദുഃഖവെള്ളി സന്ദേശത്തിലാണ് കർദിനാളിന്റെ പരാമർശങ്ങൾ. മാധ്യമ പ്രേരണ കൊണ്ടാകാം, ജനപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാകാം, ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാകാം ഇന്ന് ന്യായാധിപന്മാർ അന്യായ വിധികൾ എഴുതുന്നത്. ഇനിയുമല്ലെങ്കിൽ ഒരുപക്ഷെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന പ്രതിഭാസമാകാം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ.
അടുത്തിടെ സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം ജുഡീഷ്യൽ ആക്ടിവിസം അതിര് കടന്നു പോകാൻ പാടില്ല എന്ന്. എന്നാൽ അതിൻ്റെ പേരിലും അന്യായ വിധികൾ എഴുതുന്നവരുണ്ട്. ഇനിയുമല്ലെങ്കിൽ പൂർണ്ണമായ നീതി കൊടുക്കാതെ വിധികൾ എഴുതുന്നവരുമുണ്ട്. വികസനത്തിന് വേണ്ടി സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കുന്നെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. മത്സ്യത്തൊഴിലാളികൾക്ക് ഗൌഡൌണുകളിൽ കഴിയേണ്ടി വരുന്നു. പ്രതിഷേധങ്ങളെ സർക്കാർ അടിച്ചമർത്തുന്നുവെന്നും തോമസ് ജെ നെറ്റോ വിമർശിച്ചു. വികസനത്തിന്റെ പേരിൽ കുടിയൊഴിക്കപ്പെടുന്ന സാധാരണക്കാർ ഭവനരഹിതരാകുകയും ഗോഡൌണുകളിൽ കഴിയേണ്ട സാഹചര്യമുണ്ടാവുകയും ചെയ്യുന്നു. കുത്തക മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം പരമ്പരാഗത തൊഴിലിനും ഉപജീവനത്തിനും തടസ്സമായി തീരുന്നതിനും കുടിയേറ്റത്തിനും കാരണമാകുന്നു. പുത്തൻ സാമ്പത്തിക നയങ്ങൾ മത്സ്യത്തൊഴിലാളികളെയും ആദിവാസികളെയും ദളിതരെയും കർഷകരെയും ദുരന്ത സാഹചര്യത്തിലേക്ക് തള്ളിയിടുകയാണ്. കുരിശിന്റെ വഴിയുടെ ഭാഗമായി നടന്ന പ്രാർത്ഥനാ സന്ദേശത്തിലാണ് തോമസ് ജെ നെറ്റോയുടെ വിമർശനം. വാർത്തയിൽ ഇത് തുടരുന്നു. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 11 മുതലമടയിൽ ഹർത്താൽ. മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പന ദേവി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. നെന്മാറ MLA കെ ബാബുവിന്റെ നേതൃത്വത്തിൽ കൊല്ലങ്കോടും സർവകക്ഷി യോഗം ചേർന്നു. ഹരിക്കൊമ്പനെ തടയാനുള്ള സമരങ്ങൾ ആവിഷ്കരിക്കാൻ 2 സർവകക്ഷി യോഗങ്ങളാണ് നടന്നത്. മുതലമട പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഏപ്രിൽ 11 ഹർത്താൽ നടത്താൻ തീരുമാനിച്ചു. മുതലമട പഞ്ചായത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കോടതിയെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. ഇവിടെ വിട്ട ജനവാസ മേഖലയിലാണ് കൊണ്ടുവന്ന് ആനയെ ഇറക്കണത്. അപ്പോൾ അതുകൊണ്ട് ആരിനെയും നമ്മൾ കൊന്നാൽ എന്ത് ചെയ്യും? അതിന്റെ ഭീഷണിയും പേടിയുമാണ് ഞങ്ങൾക്ക്. ആൾക്കാരനെ കൊല്ലും എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ എതിർക്കുന്നത്. നെന്മാറ MLA കെ ബാബുവിന്റെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് നടന്ന യോഗത്തിൽ കോടതിയെ സമീപിക്കാനും ജനകീയ സമരങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഏപ്രിൽ 10 മുതലമടയിൽ പ്രതിഷേധ മാർച്ച് നടത്തും. ഈ ഫോറസ്റ്റ് നിയമവും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുക്കാൻ പോകുന്ന ഉത്തരവും അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നേരിടാനാണ് ആദ്യം തന്നെ ഞങ്ങൾ ആലോചിക്കുന്നത്. എല്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കൂട്ടായി എടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ആലോചനയിലേക്ക് വരുന്നത്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകണമെന്ന് സർക്കാരിന് നിർബന്ധമില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശമായതിനാൽ കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് പറഞ്ഞു. പരിഹാരം കാണാനേ സാധിക്കും. സർക്കാരിന്റെ നിർബന്ധമില്ല. വരും ദിവസങ്ങളിൽ 2 സർവകക്ഷി യോഗങ്ങൾ ചേരുന്നതിന് പകരം ഒരുമിച്ച് പോകാൻ ശ്രമിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കോടതിയെ സമീപിക്കുന്നതിന് പുറമെ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കാനും സർവകക്ഷി യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമരങ്ങൾക്ക് തുടക്കമാകും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. മലമ്പുഴ ഡാമിന് സമീപം കോഴിമലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. 3 ദിവസത്തോളം പഴക്കമുള്ള ജഡം അഴുകി തുടങ്ങിയിരുന്നു. 30 വയസ്സോളം പ്രായമുള്ള പിടിയാനയാണ് ചരിഞ്ഞതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല. കൊല്ലം അച്ചൻകോവിൽ വളയത്ത് കാട്ടാന ചരിഞ്ഞു. 2 വയസ്സ് പ്രായം വരുന്ന പിടിയാനയാണ് ചരിഞ്ഞത്. പുനലൂർ അലിമുക്കിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള റോഡിലാണ് ജഡം കണ്ടത്. തള്ളയാന കുട്ടിയാനയുടെ ജഡത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തള്ളയാന അക്രമകാരിയാകുന്നുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ഉണ്ട്. ആനക്കലിയുടെ ഒരിക്കലും മായാത്ത സ്മാരകമാണ് ഇടുക്കി സിങ്കുകണ്ടത്തെ മേരിയുടെ വീട്. 6 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിലേക്കുള്ള വഴിയിൽ നിന്നാണ് ഇവരുടെ മകൻ സുനിലിന്റെ ജീവൻ കാട്ടാന അപഹരിച്ചത്. കൺമുന്നിൽ മകൻ പിടഞ്ഞു മരിച്ചതോടെ തോരാത്ത കണ്ണീരുമായാണ് ഈ അമ്മയുടെ ജീവിതം. ജൂണിലാണ് സുനിലിനെ കാട്ടാന ആക്രമിച്ചത്. സിങ്കുകണ്ടം ചിന്നക്കനാൽ പാതയിൽ നിൽക്കുകയായിരുന്ന ചക്കക്കൊമ്പൻ സുനിലിന്റെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന മേരി മകനോട് ഓടിവരാൻ പറഞ്ഞെങ്കിലും കഴിഞ്ഞില്ല. വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് ആന സുനിലിനെ ആക്രമിച്ചു. കലിയടങ്ങി ചക്കക്കൊമ്പൻ മടങ്ങിയ ഉടനെ സുനിലിനെ ആശുപത്രിയിലെത്തിച്ചു. 8 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജൂൺ 9 മരിച്ചു. തിരിച്ചു കയറി വന്ന ആന തിരിച്ചു കയറി വന്നിട്ട് അവിടെ ചെമ്പരത്തി നിന്നു. അത് തള്ളി അവൻ്റെ മേത്തേക്ക് ഇട്ടപ്പോൾ അവൻ വീണു.
അപ്പം ഞാനും ആ മരത്തിൻ്റെ കൂടി നിൽക്കുക. അവനോട് കയറി വാടാന്ന് പറഞ്ഞു. കൊച്ചു കയറി വന്നില്ല. അവൻ്റെ മേത്തേക്ക് ചെമ്പരത്തി തള്ളിയിട്ട് കൊച്ചു വീണപ്പോഴേ കാലിന് തട്ടി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തു. എന്നാലും അമ്മയെ നിന്ന് വിളിച്ചു. ഞങ്ങൾ കോട്ടയം കൊണ്ടുപോയി 8 ദിവസം കിടന്നു കോട്ടയത്ത്. 8ാം ദിവസം ICU കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ പേടിയാക്കരുത് എന്ന് പറഞ്ഞ് മരിക്കുകയും ചെയ്തു. കാട്ടാനക്കലി അനാഥമാക്കിയത് പിച്ചവെച്ച് തുടങ്ങിയ 2 കുരുന്നുകളുടെ ജീവിതം കൂടിയാണ്. അച്ഛൻ നഷ്ടമായ മണ്ണ് പേടി സ്വപ്നമായതിനാൽ ഇവർ തൊടുപുഴയിലെ അമ്മ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. മകന്റെ ജീവൻ പിടഞ്ഞ വീട്ടിൽ മൂകസാക്ഷിയായി തോരാക്കണ്ണീരുമായി അമ്മ മേരി കഴിയുന്നു. സുനിലും ബാബുവും പാട്ടിയമ്മയും അടക്കം എത്ര പേരുടെ ജീവനാണ് സിംഗഘട്ടത്തും 301-ലും മൂലത്തറയിലുമൊക്കെയായി കാട്ടാനക്കലിയിൽ പൊലിഞ്ഞുപോയത്. ഇവിടെ വെച്ചാണ് 6 വർഷങ്ങൾക്ക് മുൻപ് സുനിൽ കൊല്ലപ്പെട്ടത്. സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് കാട്ടാന സുനിലിനെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരവധി ആളുകളുടെ ബന്ധുക്കളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും കാട്ടാന ആക്രമണത്തിന്റെ നിഴലിൽ. ചിന്നക്കനാൽ സിംഗുകണ്ടത്തിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. പുലിപ്പേടിയിലാണ് വയനാട് പൊഴുതന അച്ചൂർ മേഖല. ഒരാഴ്ചയ്ക്കുള്ളിൽ 2 തവണയാണ് മേഖലയിൽ പുലി ഇറങ്ങിയത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതായും നാട്ടുകാർ പറയുന്നു. പൊഴുതന പഞ്ചായത്തിലെ അച്ചൂർ മേഖലയിൽ പുലി ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം അച്ചൂരിൽ പുലി പശുക്കിടാവിനെ തൊഴുത്തിൽ നിന്നും പിടിച്ചു കൊന്നിരുന്നു. തൊഴുത്തിൽ മരം കൊണ്ട് പ്രത്യേകം കൂടുണ്ടാക്കിയാണ് പശുക്കിടാവിനെ സൂക്ഷിച്ചിരുന്നത്. കൂട് പൊളിച്ച് അകത്തുകിടന്ന പുലി കിടാവിനെ പിടികൂടുകയായിരുന്നു. പുലിയുടെ സാന്നിധ്യം പതിവായതോടെ വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. എന്റെ വീട് രാവിലെ എണീച്ച് ഞാൻ സാധാരണ പതിവ് പോലെ ആലോചിച്ച് നോക്കുമ്പോൾ പശുക്കുട്ടിയെ കണ്ടില്ല. ഞാനും പണിക്കാരനും കൂടി തെരഞ്ഞു പോയതാണ്. അപ്പോഴാണ് പശുക്കുട്ടി തോട്ടുവക്കിൽ മരിച്ച അവസ്ഥയെ കണ്ടത്, മരിച്ചു വീണ അവസ്ഥയെ കണ്ടത്. സംശയം തോന്നിയിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ വന്ന് പരിശോധിച്ചപ്പോൾ ഏതോ കാട്ടുമൃഗമാണെന്ന് പുലിയോ നെയ്യോ ഏതാണെന്നറിയില്ല, മൃഗമാവാൻ സാധ്യതയെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ പിടിക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർ കൂടൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യവും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂടുതൽ കൂടുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ബോണറ്റിൽ രാജവെമ്പാല. കോട്ടൂർ കാവടിമൂല സ്വദേശി അബ്ദുൾ വഹാബുദ്ദീന്റെ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് രാജവെമ്പാല കയറിപ്പറ്റിയത്. കാറിലേക്ക് പാമ്പ് കയറിപ്പോകുന്നത് വീട്ടുകാർ കണ്ടിരുന്നു. പാമ്പ് പിടുത്തക്കാരൻ രതീഷ് എത്തിയാണ് പാമ്പിനെ പിടിച്ചത്. 5 വയസ്സ് പ്രായമുള്ള പെൺ രാജവെമ്പാലയാണ് ഇതെന്ന് മുതിയാവിള രതീഷ് പറഞ്ഞു. പാമ്പിനെ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് മാറ്റി. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പേവിഷബാധ ചികിത്സയിൽ 14-കാരൻ തളർന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ഡെപ്യൂട്ടി DMOയ്ക്കാണ് അന്വേഷണ ചുമതല. അതേസമയം ആശുപത്രിക്കെതിരെ ലഭിക്കുന്നത് ഗുരുതര പരാതികളാണെന്നും അലംഭാവത്തിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും കാർത്തിക്കിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കുട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കാർത്തിക്കിന്റെ രക്ഷകർത്താക്കൾ ഉയർത്തിയ പരാതി ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ ഭവന സന്ദർശനം. ചികിത്സാരേഖകൾ പരിശോധിച്ച ശേഷം ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയരുന്ന പരാതികൾ ഗൌരവമേറിയതാണെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ശ്രീമതി വീണ ജോർജ് എന്നോട് തന്നെ പറഞ്ഞതാണ്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്, അന്വേഷണം നടക്കും, ഫലപ്രദമായ അന്വേഷണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിനെ തുടർന്ന് കൃത്യമായി നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാക്സിനേഷനെ തുടർന്ന് തളർന്നുപോയ കാർത്തിക്കിന്റെ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനുമായി സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന സഹായം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. അത് നോക്കിയിട്ട് ഈ കാര്യത്തിനകത്തൊരു റിപ്പോർട്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ടാവും. ആ റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാവുന്നതിന് ശേഷം മാത്രമേ ഗവൺമെന്റിന് അത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയുള്ളൂ. സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും ഈ കുടുംബത്തിന് ഉണ്ടാവും. അതേസമയം സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. ആലപ്പുഴ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് പരാതി അന്വേഷിക്കുക. ന്യൂറോളജിസ്റ്റ്, ഫിസിഷ്യൻ എന്നിവർ ഉൾപ്പെടുന്ന ടീം അടുത്ത ദിവസം കാർത്തിക്കിന്റെ വീട്ടിലെത്തും. മന്ത്രിയുടെ ഇടപെടൽ കുടുംബം ആശ്വാസം പ്രകടിപ്പിച്ചു.
ഇപ്പോൾ മന്ത്രി വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും സാറ് ചെയ്തു കൊള്ളാമെന്നാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. പിന്നെ ന്യൂസ് 18 കേരള ചാനലാണ് ഞങ്ങൾക്ക് ഈ ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന് തന്നെ അവരാണ്. അവരോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. പ്രതിസന്ധികളെ മറികടക്കുമെന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? മറികടക്കുമെന്നാണ് വിശ്വാസം. ഞങ്ങളുടെയും പിന്തുണ ഉണ്ടാവും. ന്യൂസ് 18 പിന്തുണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു മനസ്സിന് ധൈര്യമായി മന്ത്രി വന്നതോടെ നമ്മുടെ അവൻ്റെ ഒരു കാഴ്ച വീണ്ടും അത് മുന്നോട്ട് വരുമെന്നുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയായി മനസ്സിന്. ന്യൂസ് 18ക്ക് ഏറ്റവും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 10 ബാലാവകാശ കമ്മീഷന്റെ മെഡിക്കൽ ബോർഡിന് മുൻപാകെ ഹാജരാകണം. ഫെബ്രുവരി 17 ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച കാർത്തിക് പിന്നീട് തളർന്നു പോവുകയായിരുന്നു. കുത്തിവെപ്പിനെ തുടർന്ന് കാർത്തിക്കിന് തളർച്ചയും കടുത്ത പനിയും ഉണ്ടായിരുന്നുവെങ്കിലും ഡോക്ടർമാർ അത് പരിഗണിക്കാതെ വീണ്ടും ഡോസ് എടുക്കുകയായിരുന്നു. 9ാം ക്ലാസ്സുകാരന്റെ ഈ ദുരവസ്ഥ ന്യൂസ് 18 പുറം ലോകത്തെത്തിച്ചതോടെയാണ് സർക്കാർ ഇടപെടൽ. കാർത്തിക്കിന്റെ വിദ്യാഭ്യാസത്തിനും തുടർ ചികിത്സയ്ക്കും വേണ്ട എല്ലാ സഹായവും സർക്കാർ വാഗ്ദാനം ചെയ്തു. ഒപ്പം തന്നെ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്ത ദിവസം തന്നെ കുട്ടിയെ സന്ദർശിക്കും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സ്വിഫ്റ്റ് KSRTCയുടെ അന്തകനായെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. സ്വിഫ്റ്റ് കമ്പനിയെ പരിപോഷിപ്പിച്ച് KSRTCക്ക് സർക്കാർ വിധിക്കുന്നത് ദയാവധമാണ്. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ബാധ്യതയില്ലെന്ന സർക്കാർ നിലപാട് കടുത്ത തൊഴിലാളി വഞ്ചനയാണെന്നും ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. കൊല്ലം കടയ്ക്കൽ പാങ്ങലുകാട്ടിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ ഓട്ടോറിക്ഷ ഇടിച്ച് തെറിപ്പിച്ചു. കടയ്ക്കൽ കുറ്റിക്കാട് സ്വദേശിയായ ജിതിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ജിതിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവെയാണ് അപകടം. പത്തനംതിട്ട തിരുവല്ല കുരിശുകവലയിൽ പ്രവർത്തിക്കുന്ന ഷാ എന്റർപ്രൈസസിന്റെ ഗോഡൌണിന് തീപിടിച്ചു. രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. ഷാ എന്റർപ്രൈസസിനോട് ചേർന്നുള്ള പഴയ കെട്ടിടത്തിനാണ് തീപിടിച്ചത്. കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു. തിരുവല്ല, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാശനഷ്ടം വിലയിരുത്തിയിട്ടില്ലെന്ന് സ്ഥാപന ഉടമ ഖാദർ ഷാ പറഞ്ഞു. 12:30യോടെയായിരുന്നു തീ നിയന്ത്രണ വിധേയമാക്കിയത്. പൗർണമിക്കാവിൽ കഴിഞ്ഞ 7 ദിവസമായി നടന്ന പ്രപഞ്ചയാഗം സമാപിച്ചു. 7 ദിവസവും വൻ ഭക്തജന തിരക്കാണ് പ്രപഞ്ചയാഗത്തിൽ അനുഭവപ്പെട്ടത്. യാഗാചാര്യനായ കൈലാസപുരി സ്വാമിയുടെ കാർമ്മികത്വത്തിലായിരുന്നു യാഗം. പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന 5 യാഗകുണ്ടങ്ങളിൽ ഒരേ സമയം മന്ത്രോച്ചാരണങ്ങൾ നടത്തി. നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രത്തിലെ മൂൽഭട്ടായ ഗണേഷ് ഭട്ട് ഉൾപ്പെടെ കന്യാകുമാരി, കാശി, രാമേശ്വരം, കാളഹസ്തി, മഹാകാലേശ്വർ തുടങ്ങി മഹാക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർ യാഗശാലകളിൽ പ്രപഞ്ചയാഗത്തിലെ പൂജകളിൽ പങ്കെടുത്തു. യാഗാചാര്യനായ കൈലാസപുരി സ്വാമിയെയും മഠാധിപതിയായ സിൻഹ ഗായത്രിയെയും കാണുവാനും അനുഗ്രഹം വാങ്ങിക്കുവാനും മണിക്കൂറുകളാണ് കൈക്കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ കാത്തുനിന്നത്. പ്രപഞ്ച യാഗം എല്ലാം കൊണ്ടും ഈ പ്രദേശത്തിനും ഇതിൽ പങ്കെടുത്തവർക്കും ഒരു അനുഭവമാണ്. ആ അനുഭവം അവരുടെ ജീവിതം മുഴുവനും കാത്തു സൂക്ഷിക്കാൻ പറ്റിയ രൂപത്തിലുള്ള അനുഭവങ്ങളാണ് ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരും പറഞ്ഞത്. സംവിധായകൻ ഷാജി കൈലാസും അഭിനേത്രിയും അവതാരികയുമായ ആനിയും യാഗശാലയിലെത്തി. ഒരേ സമയം യാഗശാലയിലും ക്ഷേത്രത്തിനകത്തും മന്ത്രങ്ങളും പൂജകളും, പുറത്ത് ലളിത സഹസ്രനാമ ജപവും വേദപാരായണവും കലാപരിപാടികളും പുസ്തക പ്രകാശനവും പ്രസംഗങ്ങളും നടന്നതും മറ്റൊരു അപൂർവതയായി. ന്യൂസ് 18 തിരുവനന്തപുരം. റോഡിലിട്ട് ടാർ ഉറപ്പിക്കാൻ റോഡ് റോളറിന് പകരം ഉപയോഗിച്ചത് ജീപ്പ്.
കാസർഗോഡ് പനത്തടി പഞ്ചായത്ത് റോഡ് നവീകരണ പ്രവൃത്തിയിലാണ് വൻ ക്രമക്കേട് നടന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ കരാറുകാരനും ഉദ്യോഗസ്ഥർക്കുമെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പനത്തടി പഞ്ചായത്തിലെ റോഡ് നവീകരണത്തിലാണ് വൻ ക്രമക്കേട് നടന്നതായി പരാതി ഉയർന്നത്. റോഡിൽ ടാർ മിക്സർ ഉറപ്പിക്കാൻ റോഡ് റോളറിന് പകരം ജീപ്പാണ് ഉപയോഗിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കരാറുകാരനും ഉദ്യോഗസ്ഥർക്കുമെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തി. പനത്തടി പഞ്ചായത്തിലെ പുത്തൂരടുക്കം മാവുങ്കൽ പഞ്ചായത്ത് റോഡ് ടാറിങ്ങിനിടയിലാണ് കരാറുകാരൻ റോഡ് ഉറപ്പിക്കുന്ന റോളറിന് പകരം ജീപ്പ് ഉപയോഗിച്ചത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരുടെ അനാസ്ഥയാണ് കരാറുകാരൻ പ്രവൃത്തിയിൽ കൃത്രിമം കാണിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ടാറിങ്ങിൽ ആദ്യം കോറപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതെല്ലാവരും നാട്ടുകാർ തടഞ്ഞിട്ടാകുമ്പോഴത്തേക്കിന് അത് നല്ല രീതിയിൽ രണ്ടാമത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉറപ്പ് നൽകിയിട്ടാണ് മെമ്പർ അടക്കം ഓവർസിയറിൻ്റെ അടക്കം എല്ലാവരും പോയത്. പിന്നെ ഒരു ഏകദേശം ഒരു 5 മണിക്ക് ശേഷം എന്തോ പണിയെടുത്തു തോന്നുന്നു, നാട്ടുകാരില്ലാത്ത ടൈമിന്. ആ ടൈമിനെടുത്ത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കിന് മൊത്തത്തിൽ ടാർ ഇളകി കിടക്കുന്നുണ്ട്. നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസമാണ് പുത്തൂരടുക്കം മാവുങ്കൽ റോഡിൽ 340 മീറ്റർ ഭാഗത്തെ റോഡ് നവീകരണം തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ കരാറുകാരൻ നടത്തിയ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെടുകയും 5 മീറ്റർ ദൂരം ടാറിൻ പൊളിച്ച് അധികൃതർ വീണ്ടും ടാർ ചെയ്യിക്കുകയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. IPL പൂരം. IPLൽ വിജയവഴിയിലേക്ക് മടങ്ങിയെത്താൻ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച ലക്നൌ രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോൽവി വഴങ്ങിയിരുന്നു. സീസണിലെ രണ്ടാം മത്സരത്തിനിറങ്ങുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യ ജയമാണ് ലക്ഷ്യം വെക്കുന്നത്. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് 72 റൺസിനാണ് ഹൈദരാബാദ് തോറ്റത്. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.